Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GSTയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് GST എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് അതേപോലെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഇതാണ് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അതിൽ പല സിറ്റുവേഷൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം. സപ്ലൈ യൂസ്ഡ് പാർട്ട്ലി ഫോർ ദ പർപ്പസ് ഓഫ് എനി ബിസിനസ് ആൻഡ് പാർട്ട്ലി ഫോർ അതർ പർപ്പസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് GSTയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ ബിസിനസ് പർപ്പസിനായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ബിസിനസ് പർപ്പസിന് കുറച്ച് യൂസ് ചെയ്തു, നമ്മൾ പർച്ചേസ് ചെയ്തത് ബിസിനസ് പർപ്പസിന് കുറച്ച് യൂസ് ചെയ്തു, അതേപോലെ തന്നെ അതർ പർപ്പസിനും കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നത് നോക്കാം. where the goods or service or both are used by the registered person partly for the purpose of any business, കുറച്ച് നമ്മൾ ബിസിനസ് പർപ്പസിന്, ആൻഡ് പാർട്ട്ലി ഫോർ അതർ പർപ്പസസ്, കുറച്ച് നമ്മൾ അതർ പർപ്പസിനാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷാൾ ബി റെസ്ട്രിക്റ്റഡ് ടു സോ മച്ച് ഓഫ് ഇൻപുട്ട് ടാക്സ് as is attributable for the purpose of his business. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മൾ ഇൻപുട്ട് ടാക്സ് അവിടെ ഉണ്ടാവും. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനകത്ത് നമ്മൾ ബിസിനസ് പർപ്പസിന് എത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ പാർട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഓൾറെഡി ഉള്ള ക്രെഡിറ്റിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യണം, എന്നിട്ട് അതിൽ ബിസിനസ് പർപ്പസിനുള്ളത് മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ റൈറ്റ് ഉള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് ഗുഡ്സ് for rupees 8 lakhs. 8 lakhsന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു ആൻഡ് പേ ടാക്സ്, ഇൻപുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ 5%. അപ്പോൾ 8 lakhന്റെ 5% എന്ന് പറഞ്ഞാൽ 40,000. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 40,000 പേയ്മെന്റ് നടത്തി, അതിൻ്റെ മേലെ ടാക്സ് ആയിട്ട് 40,000 പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഹി യൂസ്ഡ് 50% ഓഫ് ഗുഡ്സ് ഫോർ സെല്ലിംഗ്, അതിൽ 50% ആണ് സെയിൽ ചെയ്യാൻ യൂസ് ചെയ്തത്, ബിസിനസ് പർപ്പസിന് അതിൽ പകുതിയാണ് യൂസ് ചെയ്തത്. ആൻഡ് റിമൈനിങ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, ബാക്കി അയാളുടെ സ്വന്തം ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അപ്പോൾ 40,000 ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് നമ്മൾ പേ ചെയ്തിരിക്കുന്നത്. അതിൽ പകുതി മാത്രമേ നമ്മൾ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ളൂ ആ ഗുഡ്സ്. അതുകൊണ്ട് അതിന്റെ പകുതിയായ 20,000 മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് വൺ വരുന്നത് സപ്ലൈ യൂസ് പാർട്ട്ലി ഫോർ ബിസിനസ് ആൻഡ് പാർട്ട്ലി ഫോർ എക്സംപ്റ്റഡ് അല്ലെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈ. ഈ സിറ്റുവേഷൻ വരുന്നത് where the goods or service or both are used by the registered person, ആ goods or services registered person യൂസ് ചെയ്യുന്നത് partly for effecting taxable supplies, നോർമൽ നമ്മൾ taxable suppliesന് വേണ്ടിയിട്ട്, ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈയും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ നമ്മുടെ taxable supplyയിൽ അല്ലേ. നമ്മൾ അത് വെച്ചിട്ടാണ് ITC നമ്മൾ പറഞ്ഞിട്ടുണ്ട് under this act or under the IGST act, and partly for effecting exempt supplies under the act. അപ്പം അതിൽ കുറച്ച് നമ്മൾ ബിസിനസ് പർപ്പസിന് വെച്ചാൽ നോർമൽ ഉള്ള ടാക്സബിൾ സപ്ലൈസ് യൂസ് ചെയ്യുന്നു, കുറച്ച് സീറോ റേറ്റഡ് സപ്ലൈസ് യൂസ് ചെയ്യുന്നു, കുറച്ച് എക്സംപ്റ്റഡ് സപ്ലൈസ് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷാൾ ബി റെസ്ട്രിക്റ്റഡ് ടു സോ മച്ച് ഓഫ് ദ ഇൻപുട്ട് ടാക്സ് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 തരത്തിലുള്ള സപ്ലൈസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ടാക്സബിൾ, സീറോ റേറ്റഡ്, എക്സംപ്റ്റഡ്. അപ്പം ടാക്സബിളിനും സീറോ റേറ്റഡിനും നമുക്ക് ITC ക്ലെയിം ചെയ്യാം, അത്രയും പ്രൊപ്പോർഷൻ. പക്ഷെ എക്സംപ്റ്റഡിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുന്ന ഔട്ട് ഓഫ് 10 കണ്ടെയ്നർ പർച്ചേസ്ഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് 5 ആർ യൂസ് ഫോർ സ്റ്റോറിംഗ് നോൺ ടാക്സബിൾ ഗുഡ്സ്. അപ്പോൾ 10 കണ്ടെയ്നേഴ്സ് പർച്ചേസ് ചെയ്തു, അതിൽ 5 നമ്മൾ നോൺ ടാക്സബിൾ ഗുഡ്സ് ആയ പെട്രോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നോൺ ടാക്സബിൾ ഗുഡ്സ് ആയ പെട്രോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്ത 5 കണ്ടെയ്നേഴ്സിന്റെ മേലെ ITC നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി തേർഡ് വൺ വാല്യൂ ഓഫ് എക്സംപ്റ്റ് സപ്ലൈ. ദ വാല്യൂ ഓഫ് എക്സംപ്റ്റ് സപ്ലൈ മെൻഷൻഡ് അബവ്, നമ്മൾ ഓൾറെഡി എക്സംപ്റ്റ് സപ്ലൈന്റെ കാര്യം പറഞ്ഞു അല്ലേ. ഷാൽ ഇൻക്ലൂഡ് സപ്ലൈസ് ഓൺ വിച്ച് ദ റെസിപ്പിയന്റ് ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. ഇപ്പൊ എക്സംപ്റ്റ് സപ്ലൈസ് നമ്മൾ പറഞ്ഞതിൽ എന്തൊക്കെ ഉൾപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ചാർജ് ബേസിസിൽ നമ്മൾ ടാക്സ് പേ ചെയ്തിരിക്കുന്ന സപ്ലൈസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അതുപോലെ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസിൽ നമ്മൾ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ് വരും. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ സെയിൽ നടത്തിയിരിക്കുന്ന ആ ട്രാൻസാക്ഷൻസ് വരും ആസ് പെർ പാരഗ്രാഫ് 5 ഓഫ് ഷെഡ്യൂൾ 2. അപ്പോൾ ഷെഡ്യൂൾ 2 പാരഗ്രാഫ് 5 പറഞ്ഞിരിക്കുന്ന ഇത്രയും ആക്ടിവിറ്റീസും കൂടി നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇൻഎലിജിബിൾ ITC ഓർ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. ഇപ്പം നമുക്ക്
ITC ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് ഇനി പറയുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. അപ്പൊ അതിൽ ഏതൊക്കെ സിറ്റുവേഷൻ എന്ന് പറയാം. ഒന്നാമത്തത് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് അതർ കൺവെയൻസസ് എക്സെപ്റ്റ് വെൻ ദേ ആർ യൂസ്ഡ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾസും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന എന്ത് സംഭവമായി കഴിഞ്ഞാലും അത് താഴെ പറയുന്ന സിറ്റുവേഷൻ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിൽ ക്ലെയിം ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതാണ് പറഞ്ഞിരിക്കുന്നത്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം, ഇതല്ലാത്തത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ ഫോർ മേക്കിംഗ് ദ ഫോളോയിങ് ടാക്സബിൾ സപ്ലൈസ്, നെയിംലി further supply of such vehicle or conveyances. ആ വെഹിക്കിൾസ് ഓർ കൺവെയൻസസ് നമ്മൾ പിന്നെയും സപ്ലൈ ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മൾ കാറ് വാങ്ങിക്കുന്നു, കാറ് സെയിൽ ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ. രണ്ടാമത്തെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, നമ്മൾ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഓൺ ഡ്രൈവിംഗ്, ഫ്ലൈയിങ്, നാവിഗേറ്റിംഗ് സച്ച് വെഹിക്കിൾസ് ഓർ കൺവെയൻസസ്. അതേപോലെ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിൽ അതിൽ ഫ്ലൈയിങ് പഠിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്നാമത്തെയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞ ടാക്സബിൾ സപ്ലൈസ്. അത് കൂടാതെ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, നേരത്തെ പാസഞ്ചറിന്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഇപ്പൊ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് എക്സംപ്റ്റഡ് അല്ല. ബാക്കിയുള്ള ഇതല്ലാത്ത ബാക്കി ഒന്നിന്റെ മേലെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതല്ലാത്ത ബാക്കി എന്ത് പേർപ്പസിനും നമ്മൾ മോട്ടോർ വെഹിക്കിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ITC ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് വരുന്ന സിറ്റുവേഷൻ. രണ്ടാമത്തത് ദ ഫോളോയിങ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഫുഡ് ഓർ ബെവറേജസ്, ഔട്ട്ഡോർ കാറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത് സർവീസസ്, കോസ്മെറ്റിക്സ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി. ഇത്രയും കാര്യങ്ങൾ എക്സെപ്റ്റ് വേർ an inward supply of goods or service or both of a particular category is used by the registered person for making an outward taxable supply of same category. ഇപ്പോൾ നമ്മൾ ഫുഡ് ആൻഡ് ബെവറേജസ് വാങ്ങിച്ച് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലാതെ അതിനെ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ നടത്തുവാണെന്ന് വെച്ചാൽ അതിനെ സെയിൽ ചെയ്യുവാണ്. അതുപോലെ കാറ്ററിംഗ് നമ്മൾ സെയിൽ ചെയ്യുവാണ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ് നമ്മൾ സെയിൽ ചെയ്യുവാണ്, നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യാതെ നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ, ഔട്ട്വേർഡ് സപ്ലൈ നടത്തുവാണെങ്കിൽ മാത്രം അതിനൊക്കെ ITC ക്ലെയിം ചെയ്യാം. അല്ലാത്ത സമയത്ത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് അത് നമുക്ക് സെയിം കാറ്റഗറി ഗുഡ്സ് ഓർ സർവീസ് ആയിട്ടാവാം, ഓർ ബോത്ത്, ഓർ ആസ് element of taxable composite or mixed supply. കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ കുറേ ഗുഡ്സ് ഒരുമിച്ച് നമ്മൾ കെട്ടി കൊടുക്കുകയാണെങ്കിൽ മിക്സഡ് സപ്ലൈ എന്ന് പറയും. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള മിക്സിംഗ് ഓഫ് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ സർവീസസിനാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ അതിനുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ITC ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊന്നും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ, ഇത് നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ITC. നെക്സ്റ്റ് റെന്റ് എ ക്യാബ്, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എക്സെപ്റ്റ്. പിന്നെ റെന്റ് എ ക്യാബ് നമ്മൾ വണ്ടി റെന്റിന് കൊടുക്കുന്നില്ല, അത് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇതൊക്കെ എക്സെപ്റ്റ് വേർ ചില സിറ്റുവേഷൻസിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ the government notifies the service which are obligatory for an employer to provide to its employees under any law for the time being in force. Government notify ചെയ്യാണ് ഇത്തരം സർവീസസ് എംപ്ലോയീസിന് നമ്മൾ കമ്പൽസറിലി, ഒരു എംപ്ലോയർ എംപ്ലോയീസിന് കമ്പൽസറിലി കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ITC ക്ലെയിം ചെയ്യാം. രണ്ടാമത്തെ such inward supply of goods or service or both of a particular category is used by the registered person for making an outward taxable supply of the same category. പിന്നെ രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫുഡ് ആൻഡ് ബെവറേജസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ റെന്റ്, ക്യാബ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ഔട്ട്വേർഡ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് പർച്ചേസ് ചെയ്തത്. ഇൻവേർഡ് സപ്ലൈ വന്നിരിക്കുന്നത് നമുക്ക് ഔട്ട്വേർഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അതിനകത്തെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ITC ക്ലെയിം ചെയ്യാം. ഇനി നാലാമത്തെ പറയുന്നത് ട്രാവൽ ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു എംപ്ലോയീസ് ഓൺ വെക്കേഷൻ സച്ച് ആസ് ലീവ് ഓർ ഹോം ട്രാവൽ കൺസെഷൻ. ഇപ്പം എംപ്ലോയീസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ലീവ് ട്രാവൽ കൺസെഷൻ അല്ലെങ്കിൽ ഹോം ട്രാവൽ കൺസെഷൻ ഇതിന് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്രയാണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ B കാറ്റഗറിയിൽ വരുന്നത്. A കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആയിരുന്നു. B കാറ്റഗറിയിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ നോക്കാം.
ഇനി നെക്സ്റ്റ് വരുന്ന സിയിൽ വരുന്നത് വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ആണ്. അപ്പോൾ വർക്ക്സ് കോൺട്രാക്ട് സർവീസിന്റെ സിറ്റുവേഷൻ വെൻ സപ്ലൈസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അത് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ആണ്. അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. എക്സെപ്റ്റ് വേർ ഇറ്റ് ഈസ് എൻ ഇൻപുട്ട് സർവീസ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് വർക്ക്സ് കോൺട്രാക്ട് സർവീസ്, അത് നമ്മൾ ഫർദർ പിന്നെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട് സർവീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ITC ക്ലെയിം ചെയ്യാം. അല്ലാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നേരത്തെ നമ്മൾ വേർഡ്സ് കോൺട്രാക്ട് പറഞ്ഞത്, ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് പറയുന്നത്. അതിലും നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലാത്ത ബാക്കി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഗുഡ്സും സർവീസസും ആണ്. ഓൺ ഹിസ് ഓൺ അക്കൗണ്ട് എന്ന് വെച്ചാൽ കോൺട്രാക്ട് കൊടുത്തിട്ടല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണ്. ഇൻക്ലൂഡിംഗ് വെൻ സച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആർ യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പം ആ സമയത്ത് നമ്മളത് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതാണെങ്കിലും അതിൻ്റെ മേലെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. Next, goods or service or both on which tax has been paid under section 10. നമ്മൾ ഓൾറെഡി ടാക്സ് പേ ചെയ്തിരിക്കുന്ന സെക്ഷൻ 10 പ്രകാരം ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ്, ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എക്സെപ്റ്റ് ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം. ഇനി ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ റിസീവ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഓർ സർവീസസ് എക്സെപ്റ്റ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം, അയാൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാം. അതല്ലാതെ അയാൾ റിസീവ് ചെയ്ത ഗുഡ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് യൂസ് ഫോർ പേഴ്സണൽ കൺസംഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പേഴ്സണൽ കൺസംഷനിൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഗുഡ്സ് ലോസ്റ്റ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ സ്റ്റോളൺ, ഡിസ്ട്രോയിഡ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നമ്മൾ സാമ്പിൾ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗുഡ്സ്, അതിനൊന്നും നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ എനി ടാക്സ് പെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 74, 129 ആൻഡ് 130. അപ്പൊ അങ്ങനെ ടാക്സ് പേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പൊ എന്തെങ്കിലും ഫ്രോഡ് നടത്തി അല്ലെങ്കിൽ അയാൾ പേ ചെയ്തിരിക്കുന്ന ടാക്സ് കുറവാണ്, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്താണ് സെക്ഷൻ 74 ഒക്കെ വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കമ്പൽസറിലി നമ്മളെ കൊണ്ടൊരു ടാക്സ് പേ ചെയ്യിപ്പിക്കുവാണ്. അങ്ങനെ അടച്ചിരിക്കുന്ന ടാക്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണത്. അപ്പൊ അങ്ങനെ വരുന്ന ടാക്സ് പേയ്മെന്റ് നമുക്ക് ITCയിലേക്ക് ആഡ് ആയി വരില്ല. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസ് ആണ് നമുക്ക് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. അതിന് നെക്സ്റ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ആവുന്ന സിറ്റുവേഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും അത് റിവേഴ്സ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ പറയുന്നത്, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് അവെയിൽഡ് ITC ഓൺ എനി ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബട്ട് ഫെയിൽസ് ടു പേ ടു ദ സപ്ലയർ ദെയർ ഓഫ് ദ വാല്യൂ സച്ച് സപ്ലൈ. ഇപ്പം നമ്മൾ സാധനം വാങ്ങിച്ചു, അതിന് മേലെ ITCയും ക്ലെയിം ചെയ്തു, പക്ഷെ നമ്മൾ സപ്ലൈ വാങ്ങിച്ച ശേഷം നമ്മൾ ആ സപ്ലയറിന് പേയ്മെന്റ് കൊടുത്തില്ല, എന്നൊക്കെ മുഴുവൻ കൊടുത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് കൊടുത്തില്ല. ദ വാല്യൂ സച്ച് സപ്ലൈ അലോങ് വിത്ത് ദ tax payable thereon within the prescribed time limit shall furnish the details of such supply. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പേയ്മെന്റ് നമ്മൾ അടക്കുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫേർണിഷ് ചെയ്തിരിക്കണം. നമ്മൾ അതിന്റെ പേയ്മെന്റ് പിന്നെ അടച്ചിട്ടുണ്ടെങ്കിൽ the amount of value not paid and the amount of input tax availed of proportionate to such amount not paid to the supplier. അപ്പം നമ്മൾ അതിൻ്റെ മേലെ എത്രത്തോളം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ എത്രയാണ് പേ ചെയ്തത്, എത്രയാണ് നമ്മൾ പേ ചെയ്യാത്തത് എന്ന ഡീറ്റെയിൽസ് നമ്മൾ GSTR 2 നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. for the month immediately following the period of 180 days. അപ്പോൾ 180 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അത് കാണിച്ചിരിക്കണം. 180 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര പേ ചെയ്തു, എത്ര പേ ചെയ്തില്ല, എത്ര ITC നമ്മൾ ആ ക്ലെയിം ചെയ്തു, ആ പേയ്മെന്റിൽ നിന്ന് എന്ന് വെച്ചാൽ ആ പെർച്ചേസിൻ്റെ മേലെ എത്ര ITC ക്ലെയിം ചെയ്തു എന്ന് നമ്മൾ കാണിച്ചിരിക്കണം. And next, the amount of ITC referred shall be added to the output tax liability of the registered person. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ ആയിട്ട് നമ്മൾ അവെയിൽ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെച്ചാൽ നമ്മൾ ആ പേയ്മെന്റ് അടച്ചില്ലല്ലോ, അപ്പൊ അടക്കാത്ത അത്രയും പാർട്ടിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി ചിലപ്പോൾ അവെയിൽ ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത്രയും എമൗണ്ട് നമ്മുടെ ആഡഡ് ടു ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി, അയാളുടെ ടാക്സ് ലാബിലിറ്റിയുടെ മേലെ പിന്നെയും ആഡ് ആയി വരും ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ദ മന്ത് ഇൻ വിച്ച് ദ ഡീറ്റെയിൽസ് ആർ ഫേർണിഷ്ഡ്. നമ്മൾ എപ്പോഴാണ് ഡീറ്റെയിൽസ് ഫേർണിഷ് ചെയ്യുന്നത്, ആ മന്തിൽ നമ്മൾ അടക്കേണ്ട ടാക്സിന്റെ മേലെ ഈ നമ്മൾ ഓൾറെഡി അവെയിൽ ചെയ്തിരിക്കുന്ന ITC നമുക്ക് എന്ത് ചെയ്യും, ആഡ് ആയിട്ട് വരും.
വരും. സാധാരണ ITC മൈനസ് ആയിട്ടാണല്ലോ നമ്മൾ പേയ്മെന്റ് അടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യും? ITC ആഡ് ആയിട്ട് വരും. The registered person shall be liable to pay interest at the rate specified for the period starting from the date of availing credit on such supplies till the date when the amount added to output tax liability. നമ്മൾ എപ്പോഴാണ് ITC ക്ലെയിം ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് മുതൽ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ മേലെ അത് പിന്നെ തിരിച്ച് ആഡ് ആവുന്ന ഡേറ്റ് വരെ ഉള്ളതിന് നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. The time limit which is specified in the Act shall not apply to a claim for re-availing of any credit in accordance with the provisions of the Act that had been reversed earlier. അതേപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ ഓൾറെഡി റിവേഴ്സ് ആയിരിക്കുന്നതിന് നമുക്ക് പിന്നെ അവെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ 180 ഡേയ്സ് പറഞ്ഞല്ലോ, അപ്പോൾ അതിനുള്ളിൽ നമുക്കത് അവെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സമയമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടൈം ലിമിറ്റ് അതിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പം നമുക്കത് ആ സമയത്ത് അവെയിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ മേലെ പിന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ വരില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ആണ് പറയുന്നത്. ITC ഈസ് ക്രെഡിറ്റഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺസ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ്, ഇലക്ട്രോണിക്കലി ആണ് അത് ക്രെഡിറ്റ് ആവുന്നത്, നമ്മളെ ബാങ്കിലേക്ക് നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നില്ല. ദ പേഴ്സൺ മേ യൂസ് ദിസ് ടു പേ ഹിസ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. അപ്പം അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാം. ദി യൂട്ടിലൈസേഷൻ ഓർഡർ ഓഫ് ITC ഈസ് ഗിവൺ ബിലോ. അപ്പം അതെങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്? അതിൻ്റെ ഓർഡർ ആണ് പറയുന്നത്. ഒന്നാമത്തത് ITC ഓഫ് IGST ക്യാൻ ബി യൂസ് ടു പേ IGST, CGST ആൻഡ് SGST ഓർ UTGST ഇൻ ദാറ്റ് ഓർഡർ. അപ്പം IGSTയുടെ നമുക്ക് ITC ആണ് വന്നിരിക്കുന്നതെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കത് ആദ്യം IGST പേ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കി ഉണ്ടെങ്കിൽ അത് CGST, SGST അല്ലെങ്കിൽ UTGST ആ ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ITC ഓഫ് CGST ക്യാൻ ബി യൂസ് ടു പേ CGST ആൻഡ് IGST ഇൻ ദാറ്റ് ഓർഡർ. നമുക്ക് CGSTയുടെ ITC ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ആദ്യം CGST പേയ്മെന്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് IGST പേയ്മെന്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ITC ഓഫ് SGST ക്യാൻ ബി യൂസ് ടു പേ SGST. SGST ആണെങ്കിൽ അത് എന്ത് ചെയ്യാം? ആദ്യം SGSTക്ക് യൂസ് ചെയ്യാം, അതിന് ശേഷം നമുക്ക് IGSTക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ITC ഓഫ് UTGST. UTGST ആണെങ്കിൽ ക്യാൻ ബി യൂസ് ടു പേ UTGST. അതായിരിക്കും ആദ്യം പേ ചെയ്യേണ്ടത്. ആൻഡ് IGST ഇൻ ദാറ്റ് ഓർഡർ. അതിനുശേഷം നമുക്ക് IGST പേയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം. ITC ഓഫ് CGST അത് നമുക്ക് cannot be utilized towards payment of SGST or UTGST and vice versa. നമുക്ക് CGST നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, SGST അല്ലെങ്കിൽ UTGSTക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ SGST or UTGST ഉള്ളത് നമുക്ക് CGSTയിലേക്കും തിരിച്ചും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബാക്കി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഓർഡറിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. Therefore, cross utilization of credit is offered only among CGST and IGST and with SGST and IGST. നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നത് ഇപ്പോൾ CGST ഉള്ളത് നമുക്ക് IGSTയിൽ ചെയ്യാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം? SGST ഉള്ളത് IGSTയിൽ ചെയ്യാം. ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയാണ് നമ്മളെ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോർഷൻമെന്റ് ആണ് മെയിൻ ആയിട്ട്. എങ്ങനെയൊക്കെ നമ്മൾ ITC ക്രെഡിറ്റ് ആയിരിക്കുന്നത് നമ്മൾ എങ്ങനെ അപ്പോർഷൻ ചെയ്യാം, അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് ITC അവെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ ITC നമുക്ക് ഉണ്ടെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ റിവേഴ്സൽ വരുന്നത് എങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഓർഡർ ഓഫ് സെറ്റ് ഓഫ്, എങ്ങനെയാണ് നമ്മൾ ഏത് ഓർഡറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ITC നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു ടാക്സിന്റെ മേലെ ITC വരുമല്ലോ, അപ്പോൾ ITC ആദ്യം നമ്മൾ ഇന്നതിന് യൂസ് ചെയ്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേറെ ടാക്സ് പേയ്മെന്റിന് യൂസ് ചെയ്യാം. ആ രീതിയിലുള്ള ഓർഡർ ഓഫ് സെറ്റ് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് IST ആണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.